നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം പട്ടാഴിക്കടുത്ത് ഗൃഹനാഥൻ വെട്ടേറ്റ് മരിച്ചു. പട്ടാഴി മയിലാടുംപാറ സ്വദേശി സാജനാണ് മരിച്ചത്. കുടുംബവീടിന് സമീപം തൊഴുത്തിനടുത്താണ് സാജനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ലോട്ടറി കച്ചവടക്കാരെ കബളിപ്പിക്കുന്നത് പതിവാകുന്നു. കടയ്ക്കലിൽ വീണ്ടും ലോട്ടറി തട്ടിപ്പ്. നമ്പർ തിരുത്തി ലോട്ടറിയും പണവും തട്ടിയെടുത്തു. അഞ്ചൽ അലേമൺ വക്കംമുക്ക് റോഡ് തകർന്നു. പഞ്ചായത്തിലെ 3 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കാൽനടയാത്ര പോലും ദുസ്സഹം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം പട്ടാഴിക്കടുത്ത് ഗൃഹനാഥനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാഴി മയിലാടുംപാറ സ്വദേശി സാജനാണ് മരിച്ചത്. കഴുത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കുടുംബവീടിന് സമീപം ഏകദേശം 250 മീറ്റർ അകലെയുള്ള തൊഴുത്തിനടുത്താണ് സാജനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 4:45 വീട്ടിൽ വരുന്നത് പശുവിനെ കറന്നിട്ട് ഇന്ന് കാണാഞ്ഞപ്പം എന്നോട് അമ്മ പറഞ്ഞോടാ പോയി നോക്കിയിട്ട് വാന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇന്ന് എടുത്തിട്ടിങ്ങനെ കിടക്കുന്നതാണ്. എടുത്തിട്ടിങ്ങനെ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞത് ആരാണ്ടെന്നെ വെട്ടിയിട്ട് ഓടി എന്നാണ് പറഞ്ഞു. വേറെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആരാന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞതുമില്ല. ആരാന്ന് അറിയത്തില്ല. സംഭവം രാവിലെ 4 മണിക്കാണ് പുള്ളി വരുന്നത്. 4 മണിക്ക് പശുവിനെ കറക്കാൻ വരും. 4:45 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരുന്നത്. പശുവിന് പാല് കുറവായതുകൊണ്ട് പെട്ടെന്ന് കറന്നിട്ട് ഇങ്ങനെ വരുന്നത്. അങ്ങനെ കാണാതിരുന്നപ്പോഴാണ് ഞാൻ തിരക്കിയത്. വലിയ മുറിവൊന്നുമില്ല, ചോരയും അങ്ങനെ ഒന്നും ഇല്ല. കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എന്നോട് വെട്ടിയതാണെന്ന് പറയുന്നുണ്ട്. പുള്ളി സംസാരിക്കുന്നുണ്ട്. എന്നെ ആരുടെ വെട്ടിയിട്ട് പോടാ. മകനാണ് മൃതദേഹം ആദ്യം കണ്ടത്. തൊഴുത്തിന്റെ പരിസരമെങ്ങും വിജനമാണ്. തൊഴുത്തിന്റെ ഭിത്തിയിൽ രക്തക്കറകൾ കാണാൻ കഴിഞ്ഞു. സംശയത്തിന്റെ പേരിൽ ഒരാളെ പിടികൂടി കുന്നിക്കോട് പോലീസ് ചോദ്യം ചെയ്തു. വഴിവെട്ടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന് നേരെ അതിക്രമം നടന്നതായി പരാതി. സംഭവത്തിൽ ഹഡ്കോ കമ്മിറ്റി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ധർണയും നടത്തി. കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ചിറക്കടവത്തെ ഓഫീസ് മുറിയിൽ അതിക്രമം നടത്തിയതായി പരാതി. ഇത് സംബന്ധിച്ച് പുതുപ്പള്ളി ഗോവിന്ദമുട്ടം പള്ളിയമ്പിൽ ശ്രീകുമാർ പോലീസിൽ പരാതി നൽകി. ഓഫീസിനുള്ളിൽ അതിക്രമിച്ചു കയറി ഡോർ നശിപ്പിച്ചും നോട്ടീസ് ബോർഡ് നശിപ്പിച്ചും അസഭ്യം പറഞ്ഞതായും വധഭീഷണി ഉയർത്തിയതായും പരാതിയുണ്ട്. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പരാതിയിൽ പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്യായമായി ഗൂണ്ടകൾ കടന്നു കയറി കതവും ഗേറ്റും തല്ലിപ്പൊട്ടിച്ച് അവകാശം നേടിയെടുത്ത് ഇവിടെ പ്രവർത്തിച്ച് കൊണ്ട് അഴിമതി നടത്തുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇങ്ങനൊന്ന് ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇത് നമ്മൾ തന്നെ ഈ SDP നാമധേയത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന് വീറും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഓരോ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കും മറ്റ് അഭ്യുദയകക്ഷികൾക്കും ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ വർഷങ്ങൾ കൊണ്ട് ആരുടെയൊക്കെയോ സ്വാധീനം ഉപയോഗിച്ച് ഇത് ഏകകക്ഷിയായിട്ട് ഒരാളുടെ നേതൃത്വത്തിൽ മാത്രം ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോവാണ്. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്ന് 25-ാം തീയതി വൈകിട്ട് ഉദ്ദേശം ഒരു 4 മണിയോടുകൂടി ഒരു പറ്റം ഗുണ്ടകൾ ഇവിടെ കടന്നു കയറി ഈ വിലപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ഡോറുകൾ ചവിട്ടിപ്പൊളിക്കുകയും ഇതിനകത്ത് കയറി നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന്റെ കതകുകൾ തകർത്ത സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് SNSS അഡ്കോ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് ശ്രീനാരായണ സാംസ്കാരിക സമിതി അഡ്കോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഈ ക്രിസ്മസ് ദിവസം വൈകിട്ട് 4:30 ഇതിൽ അതിക്രമിച്ച് കയറി ഈ പൂട്ട് പൊളിച്ചിട്ട് ഏകദേശം 1 ലക്ഷം രൂപയോളം വില വരുന്ന ആ ഡോറ് വളരെ എത്രയോ മാരകായുധങ്ങൾ, ആ സൗണ്ടൊക്കെ നാട്ടുകാർ മുഴുക്കെ കേട്ട് ഭയത്തോടാണ് ഞങ്ങളെയൊക്കെ വിളിച്ചു പറയുന്നത്. അത്ര കണ്ട് പ്രശ്നങ്ങളുണ്ടാക്കിയാൽ മാത്രമേ ആ ഡോറ് തുറക്കാൻ പറ്റൂ. എന്നിട്ട് ആ ഡോറ് തല്ലി തുകർത്ത് അവരെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ സാമഗ്രികൾ മുഴുക്കെ നശിപ്പിക്കുകയും പോസ്റ്റുകൾ നശിപ്പിക്കുകയും ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവരുണ്ടായത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസിനെ സമീപിക്കുകയും FIR ഇടാൻ അവർ വളരെ അല്പം താമസിച്ചെങ്കിലും ഉന്നത നിലകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം അവർക്ക് ഇടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് FIR ഇട്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ സമയം വരെ ഇതിൽ ഒറ്റ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസ് തയ്യാറായിട്ടില്ല. ചിറക്കടവും SNDP ശാഖായോഗം പ്രസിഡന്റ് PS ബേബി നേതൃത്വം നൽകി. കുറ്റവാളികളെ വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം.
ബാലസംഘത്തിന്റെ രൂപീകരണ ദിനത്തിന്റെ ഭാഗമായി ബാലദിന റാലിയും ബാലാവകാശ പ്രഖ്യാപനവും നടത്തി. റാലിയിൽ നൂറുകണക്കിന് ബാലസംഘം പ്രവർത്തകർ പങ്കെടുത്തു. ശാസ്താംകോട്ട കിഴക്ക്, പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ബാലസംഘം ശാസ്താംകോട്ട കിഴക്ക്, പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ബാലസംഘത്തിന്റെ 85ാം രൂപീകരണ ദിനത്തിന്റെ ഭാഗമായി ബാലദിന റാലിയും ബാലാവകാശ പ്രഖ്യാപനവും നടത്തിയത്. ഫിൽറ്റർ ഹൌസിൽ നിന്നും ആരംഭിച്ച ബാലദിന റാലിയിൽ 150ഓളം പേരാണ് പങ്കെടുത്തത്. തുടർന്ന് ചേർന്ന യോഗം ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ആർച്ച ഉദ്ഘാടനം ചെയ്തു. ഗായത്രി അധ്യക്ഷത വഹിച്ചു. അനുശ്രീ സ്വാഗതം പറഞ്ഞു. വർഷ ബാലാവകാശ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത നവകേരളത്തിന് കുട്ടികൾ അംബാസഡറാകാനുള്ള പ്രതിജ്ഞ ഗൗരീകൃഷ്ണൻ ചൊല്ലിക്കൊടുത്തു. ആര്യ നന്ദി രേഖപ്പെടുത്തി. വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം കുട്ടികളുടെ മേഖലയിൽ വലിയ തിരുത്തലുകൾ കൃത്യമായ അജണ്ടയോട് നടത്തുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കടക്കൽ വീണ്ടും ലോട്ടറി തട്ടിപ്പ്. നമ്പർ തിരുത്തിയാണ് ലോട്ടറി കച്ചവടക്കാരനിൽ നിന്ന് ലോട്ടറിയും പണവും തട്ടിയെടുത്തത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് 35 വർഷം മുമ്പ് കടക്കലിൽ കുടിയേറി പാർത്ത ബഷീർ എന്ന ലോട്ടറി കച്ചവടക്കാരനാണ് തട്ടിപ്പിന് ഇരയായത്. ನಾನು ಲಾಟಿ ಕಚ್ಚವಡ ಬಿಚ್ಚಾತಿ ಕಚ್ಚವಡ ഇരുന്നു 35 വർഷം ഇരുന്നിട്ട് ഇപ്പോൾ 3 മാസം నుండి പിച്ചാത്തി ലാട്ടി കച്ചവടം ചെയ്യുന്നത്. കടക്കിൽ నుండి പോകുന്ന സമയത്തിൽ കാര്യം വരുന്ന സമയത്തിൽ റേഷൻ കട പക്കത്തിൽ ഒരാൾ 20 തീവിട്ട് കൊണ്ടുപോയി 2000 രൂപ തീവിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിൽ ഒന്നിരുന്നത് 4 ആക്കി. ഇവിടെ മുരുകൻ കടയിൽ വന്ന് പറഞ്ഞപ്പോൾ ഇത് തിരിഞ്ഞു പോയി, പൈസ ഇല്ല ആണ് പറഞ്ഞത്. കാര്യം ജംഗ്ഷനിൽ വെച്ച് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത വിൻ ലോട്ടറിയുടെ ടിക്കറ്റായ SJ 553514 എന്ന ടിക്കറ്റ് നൽകി ഈ നമ്പർ ടിക്കറ്റിലെ അവസാന നാലക്കമായ 3514-ന് 2000 രൂപ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 1000 രൂപയുടെ ടിക്കറ്റും 1000 രൂപയും നൽകാൻ ബഷീറിനോട് ഇയാൾ പറഞ്ഞു. ടിക്കറ്റ് വാങ്ങി ബഷീർ 1000 രൂപയ്ക്ക് ടിക്കറ്റും 1000 രൂപ പണമായും നൽകി. ബഷീർ കടക്കിലെത്തി ലോട്ടറി ടിക്കറ്റ് ഏജന്റിനെ ഏൽപ്പിച്ചു. ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് ടിക്കറ്റ് നമ്പർ SJ 553511 ആണെന്ന് മനസ്സിലാകുന്നത്. അവസാനത്തെ അക്കമായ 1 4 മാറ്റിയാണ് ടിക്കറ്റ് ബഷീറിന് നൽകിയത്. കബളിപ്പിക്കപ്പെട്ട ബഷീർ കടക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുമ്പാകെ എത്തി നമ്പർ തിരുത്തിയ ടിക്കറ്റും ഏൽപ്പിച്ചു പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചതായി കടക്കൽ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോട്ടറി ടിക്കറ്റിലെ നമ്പർ തിരുത്തി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു. കൂടുതലും കാഴ്ച വൈകല്യമുള്ള ലോട്ടറി കച്ചവടക്കാരെയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കുന്നത്. ആന്ധ്രയിൽ നിന്നും ബഷീർ 35 വർഷം മുമ്പാണ് കടക്കൽ എത്തിയത്. കറിക്കത്തി വ്യാപാരം നടത്തി വന്ന ബഷീർ കച്ചവടം നഷ്ടത്തിലായതിനെ തുടർന്നാണ് 3 മാസം മുമ്പ് ലോട്ടറി കച്ചവടം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷം നടത്തി. കോൺഗ്രസ് ഭവനിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ 139ാമത് ജന്മദിനം ആഘോഷിച്ചു. KPCC സെക്രട്ടറി NDV ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാഗ്പൂരിൽ RSSന്റെ ശക്തി കേന്ദ്രമായ നാഗ്പൂരിൽ 10 ലക്ഷം കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാറാലി ഈ കോൺഗ്രസിന്റെ ജന്മദിന സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ ഇന്ന് നടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സന്തോഷകരമായ വാർത്ത, കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി കൂടി നമ്മുടെ ബഹുമാനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി 2ാം ഭാരത് ജോഡോ യാത്ര, അതിന് ഇപ്പോഴത്തെ പേരിടുന്ന ഭാരത് ന്യായ യാത്ര എന്നാണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ പരിഗണന. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K നാസർ അധ്യക്ഷത വഹിച്ചു. 138 വർഷം പൂർത്തിയാക്കി 139ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും ഈ നോർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ വേദിയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ ശ്രീ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ച പോലെ ഒന്നുമില്ലാത്ത ഒരു രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ആയുധങ്ങളില്ലാതെ യുദ്ധം ചെയ്ത് ഈ പ്രസ്ഥാനം ഉടലെടുക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ഒരു സംവിധാനങ്ങളുമില്ലാതെ
ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മൾ ശക്തമായ സമരം നടത്തിയ നമ്മുടെ മഹാത്മാഗാന്ധിജി അടക്കമുള്ള ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, UDF കൺവീനർ MM കബീർ, മുത്തിരത്താഴ് രഘുനാഥൻ, രാധാമണി രാജൻ, PG അൻസാരി, തണ്ടളത്ത് മുരളി, നവാസ് വലിയ വീട്ടിൽ, പത്മകുമാർ, കോശി കെ ഡാനിയൽ, K ജനാർദ്ദനൻ, ശ്രീഹരി കോട്ടിരേത്ത, അനുരാജ് കെ, കൊച്ചുചെറുക്കൻ, ഹിന്ദു രഘുനാഥ, വയലിൽ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ശിവഗിരി തീർത്ഥാടകർക്ക് വള്ളികുന്നത്ത് ഭക്ഷണവും വിശ്രമവും ഒരുക്കി. കോട്ടയം ഏറിക്കാട് നിന്നുള്ള പദയാത്രാ സംഘത്തിനാണ് ഭക്ഷണവും വിശ്രമവും ഒരുക്കിയത്. കാരാഴ്മ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പദയാത്രാ സംഘത്തെ സ്വീകരിച്ചത്. ശിവഗിരി തീർത്ഥാടകർക്ക് ഭക്ഷണവും വിശ്രമവും ഒരുക്കി സ്വീകരിച്ച് വള്ളികുന്നം കാരാഴ്മ SNDP ശാഖായോഗം. കോട്ടയം ജില്ലയിലെ ഏറിക്കാട് SNDP ശാഖായോഗ പദയാത്രികർക്കാണ് സ്വീകരണം നൽകിയത്. ക്യാപ്റ്റൻ ബിനേഷിന്റെ നേതൃത്വത്തിലുള്ള 71 പദയാത്രാ സംഘമാണ് ഇവിടെ എത്തിയത്. ശാഖാ ഭാരവാഹികളായ KP ചന്ദ്രൻ, അഭിലാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ഇതോടൊപ്പം കായംകുളം ചേവണ്ണൂർ കളരിയിലെ പദയാത്രയ്ക്ക് മുന്നോടിയായുള്ള വിളംബര ഘോഷയാത്രയ്ക്കും ഇവിടെ സ്വീകരണം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ആത്മോപദേശ ശതകം. 100 കൃതികളാണ്. നമ്മളുടെ ജീവിതത്തിന് മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതം കഴിഞ്ഞു. എന്താണ് ഈ ജീവിതത്തിന്റെ മരണശേഷമുള്ള നിലയിലാണ് പോകുന്നത്? ഭൂമിയിൽ പെരുമാറിയതിനെ കാമധേനുവോ പരമാത്മദാനതയ തരുവോ ഈ അനുകമ്പയാണവൻ. ഈ അനുകമ്പയാണവൻ ആയിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ പിള്ളേവൻ നരരൂപമെടുത്ത് പെരുമാറിയതിനെ കാമധേനുവോ പരമാത്മദാനതയ തരുവോ ഈ അനുകമ്പയാണവൻ. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. അഞ്ചൽ അലയമൺ വക്കമുക്ക് റോഡ് തകർന്നു. പഞ്ചായത്തിലെ 1, 13, 14 വാർഡിനെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഈ റോഡ് വഴി കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. വക്കമുക്കിലേക്ക് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും റോഡിൽ വരാൻ തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട്. റോഡ് തകർന്നു കിടന്നിട്ടും പ്രദേശത്തെ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇരുചക്രവാഹനങ്ങൾ റോഡിലെ കുഴിയിൽ വീണു മറിയുന്നത് പതിവാണെന്നും നാട്ടുകാർ സൂചിപ്പിച്ചു. വണ്ടി ഓടിക്കാനോ വണ്ടി കൊണ്ടുവരാനോ യാതൊരു മാർഗവുമില്ല. പ്രദേശത്തെ ജനപ്രതിനിധികളോട് പലതവണ റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ജനപ്രതിനിധികൾ കാട്ടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ആരെടുത്ത് പറഞ്ഞാലാണ് ഇത് ശരിയാക്കുന്നത്? ഇത് 14-ാം വാർഡ്, അത് 1-ാം വാർഡോ? വാർഡുകാർ തമ്മിൽ മത്സരം, പാർട്ടിക്കാർ തമ്മിൽ മത്സരം. എന്താ ചെയ്യുന്നത്? നമുക്ക് ചെയ്യാവുന്നിടത്തോളമൊക്കെ ചെയ്യുന്നുണ്ട്. മണ്ണ് വെട്ടിയിടും. എത്ര 4 വർഷമായിട്ട് ഇങ്ങനെ നടക്കുക. സൈക്കിളിൽ പോകുന്നവരൊക്കെ മറിഞ്ഞു വീഴുക, പട്ടി കുറുക്കുകയായിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, സൗണ്ട് വണ്ടി വന്ന് കുഴിയിൽ വീഴുന്നത്. ദിവസവും 100 കണക്കിന് ജനങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. രാത്രി സമയങ്ങളിൽ നടന്നു പോകുന്നവർ കാല് തട്ടി കുഴിയിൽ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ട്. വീട്ടിൽ ഞങ്ങൾ ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് കുണ്ടും കുഴിയും കാരണം മറിഞ്ഞു വീണൊക്കെ എണ്ണിച്ചു പോകുന്നത്. അത് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ റോഡ് അങ്ങേയറ്റത്ത് നിന്നേറ്റം വരെ കിടക്കുന്നത്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികാരികളും അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവുമായി മുന്നിട്ടിറങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുത്തിയോട്ട വഴിപാടിന് പന്തൽ കാൽനാട്ടി. കായംകുളം ചേരാവള്ളി സ്വദേശി രാജൻ പിള്ളയുടെ വീട്ടിലാണ് കുത്തിയോട്ട വഴിപാട് നടത്തുന്നത്. വഴിപാടുകാരുടെ ഗ്രഹങ്ങളിൽ ഫെബ്രുവരി 9 മുതലാണ് കുത്തിയോട്ട വഴിപാട് ആരംഭിക്കുന്നത്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കുത്തിയോട്ട ചടങ്ങിനു വേണ്ടിയാണ് പന്തലിന് കാൽനാട്ട് നടത്തിയത്. കായംകുളം ചേരാവള്ളി തുരുത്തിയിൽ തെക്കടത്ത് രാജൻപിള്ളിയുടെ വീട്ടിലാണ് കുത്തിയോട്ട വഴിപാട് നടത്തുന്നത്. പേള ശൈലനന്ദിനി കുത്തിയോട്ട സമിതിയാണ് കുത്തിയോട്ട അനുഷ്ഠാനം നടത്തുന്നത്. ഫെബ്രുവരി 9 മുതലാണ് ക്ഷേത്രത്തിലെ വഴിപാടായ കുത്തിയോട്ടങ്ങൾ വഴിപാടുകാരുടെ ഗൃഹങ്ങളിൽ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് കുംഭഭരണി. ന്യൂസ് ബ്യൂറോ, കായംകുളം. തഴവ കുതിരപ്പന്തി മൂലശ്ശേരിൽ ഭഗവതി ക്ഷേത്രത്തിൽ നവാഹയജ്ഞം പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടത്തി. തഴവ കുതിരപ്പന്തി മൂലേശ്ശേരിൽ ഭഗവതി ക്ഷേത്രത്തിൽ നവാഹയജ്ഞം ജനുവരി 1-ന് സമാപിക്കും. വേദാമൃതം പട്ടാജി ഉദയൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നവാഹയജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. നമ്മളെ സംരക്ഷിച്ച ശരീരത്ത് മണ്ണ് പറ്റുമ്പോൾ അത് ജലം ഉപയോഗിച്ച് കഴുകുന്നത് പോലെ നമ്മളിൽ ഏർപ്പെട്ട
ആ അഴുക്കാകണ കറകളെ മനസ്സിൽ ബാധിച്ചിരിക്കണ ആ പാപക്കറകളെ കഴുകിക്കളയുവാൻ സാധിക്കുന്ന ശാസ്ത്രം വിലയിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. തഴവ മണപ്പള്ളി വടക്ക് കാളിയമ്മ സേവാ മഠത്തിൽ ചിറപ്പ് മഹോത്സവം സമാപിച്ചു. മഠാധിപതി സുരേഷ് സ്വാമിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തഴവ മണപ്പള്ളി വടക്ക് കാളിയമ്മ സേവാമഠത്തിൽ ചിറപ്പ് മഹോത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി ദൈവപ്രഭ അലങ്കാരം നടത്തി. മഠാധിപതി സുരേഷ് സ്വാമിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം പട്ടാഴിക്കടുത്ത് ഗൃഹനാഥൻ വെട്ടേറ്റ് മരിച്ചു. പട്ടാഴി മയിലാടുംപാറ സ്വദേശി സാജനാണ് മരിച്ചത്. കുടുംബവീടിന് സമീപം തൊഴുത്തിനടുത്താണ് സാജനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ലോട്ടറി കച്ചവടക്കാരെ കബളിപ്പിക്കുന്നത് പതിവാകുന്നു. കടയ്ക്കലിൽ വീണ്ടും ലോട്ടറി തട്ടിപ്പ്. നമ്പർ തിരുത്തി ലോട്ടറിയും പണവും തട്ടിയെടുത്തു. അഞ്ചൽ അലേമൺ വക്കംമുക്ക് റോഡ് തകർന്നു. പഞ്ചായത്തിലെ 3 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കാൽനടയാത്ര പോലും ദുസ്സഹം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405